ಗೊತ್ತಾಗುತ್ತೆ. ಕುಟ್ಬಿಟ್ಟಿದ್ದೇನು
നിങ്ങളിപ്പോൾ ഇത് കാണുന്ന കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിൾ, സുള്ളിയ ജില്ലയിലെ കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിൾ. അപ്പോൾ ഇവിടെ എത്തണമെങ്കിൽ കണ്ണൂരിൽ നിന്ന് വരികയാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്, ബാംഗ്ലൂരേക്ക് പോകുന്ന ട്രെയിൻ. മംഗലാപുരം വഴി ബാംഗ്ലൂർ പോകുന്ന ട്രെയിൻ അത് സുബ്രഹ്മണ്യ റോഡ് സ്റ്റോപ്പിൽ രാത്രി 10-10:30 ആകുമ്പോൾ എത്തും. 5 മണിക്കൂർ 5.5 മണിക്കൂർ യാത്രയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തലശ്ശേരി കണ്ണൂരിൽ നിന്ന് നേരെ കാസർഗോഡ് വരണം. കാസർഗോഡ് KSRTC സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 6 മണിക്കും രാവിലെ 10 മണിക്കും 2 ബസ്സുണ്ട്. അത് നേരെ ഇവിടെ സുബ്രഹ്മണ്യ ഈ സ്ഥലത്ത് വരും, ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ. ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നേരെ അമ്പലമെത്തി. അമ്പലത്തിൽ നിന്ന് പിന്നെ ഇവിടെ നമുക്ക് ബാക്ക് പാക്കോ എന്താ ഉണ്ടെങ്കിൽ ഇവിടെ ലഗേജ് ഫ്രീ ആയിട്ട് വെക്കാം. സ്ലിപ്പേഴ്സ് ഇവിടെ തന്നെ വെക്കാം. അതുപോലെ ദർശനത്തിന് അത്യാവശ്യം തിരക്കുണ്ടാവും ബാക്കി ദിവസങ്ങളിൽ. അപ്പോൾ ദർശനത്തിന് നമുക്കിപ്പോൾ പാൻറ് ഇട്ടിട്ട് തന്നെ കയറാം. ഷർട്ട് അഴിച്ചു വെച്ചാൽ മതി. ഷർട്ടും ഇന്നേഴ്സിൽ നമ്മൾ ബനിയനും അഴിച്ചു വെച്ചാൽ നമുക്ക് ഉള്ളിൽ കയറാം. മുണ്ടെടുക്കണമെന്നോ അല്ലെങ്കിൽ കാവ്യ എടുക്കണമെന്നോ നിർബന്ധമില്ല. അപ്പോൾ ഇവിടുന്ന് ദർശനവും കഴിഞ്ഞ് അന്നദാനം കഴിഞ്ഞ് നേരെ പോണ്ടയാൾക്ക് ഇവിടുന്ന് പോവാം. ഇവിടുന്ന് നേരെ ധർമ്മസ്ഥലത്തേക്ക് 2 മണിക്കൂറുണ്ട് ബസ്സിന്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കിട്ടും, അല്ലെ സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടും. ഇവിടുന്ന് ഉടുപ്പിയിലേക്ക് ബസ്സുണ്ട്, കുന്താപ്പൂരേക്ക് ബസ്സുണ്ട്. ഇവിടുന്ന് കൊല്ലൂർ പോകണമെങ്കിൽ കൊല്ലൂരേക്ക് ബസ്സുണ്ട്, മൂകാംബിക അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഇവിടെ നാഗദോഷങ്ങൾ, സർപ്പദോഷങ്ങൾ, അങ്ങനെയുള്ള പൂജകൾ കഴിക്കാനാണ് കൂടുതൽ ഇവിടെ ഭക്തർ വരുന്നത്. അപ്പോൾ ഇത് ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ്, കുറേ ഇങ്ങോട്ട് വിട്ടിട്ടാ. അപ്പം നമ്മൾ മംഗലാപുരത്ത് നിന്നെല്ലാം നല്ല ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. ഒരു 3-4 മണിക്കൂറിൻ്റെ ഓട്ടോ ഉണ്ട്. ബസ്സുണ്ട് കാസർഗോഡ് നിന്ന്, അതായിരിക്കും ഏറ്റവും എളുപ്പം വരാൻ വേണ്ടി. കാസർഗോഡ് നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂർ കൂട്ടിക്കോ. ബസ്സിൽ ഏകദേശം ഒരു 4 മണിക്കൂർ പിടിക്കും കാസർഗോഡ് നിന്ന് വരികയാണെങ്കിൽ. ഡയറക്റ്റ് ബസ്സുണ്ട്. അപ്പോൾ കുക്കെ ശ്രീ സുബ്രഹ്മണ്യ ടെമ്പിൾ ദർശനം കഴിഞ്ഞ് എൻ്റെ നേരെ ബാക്കിൽ കാണാം ടെമ്പിളിൻ്റെ അമ്പലത്തിൻ്റെ ഗോപുരം കാണാം. ബാക്കിൽ വെള്ള നിറത്തിൽ കണ്ടില്ല. ദർശനം കഴിഞ്ഞ് തലശ്ശേരി വരെ, തലശ്ശേരിയിൽ നിന്ന് കാസർഗോഡ് വഴി ബസ്സിന് വന്നതാണ് ഇങ്ങോട്ടേക്ക്. ഇവിടെ ഞാൻ എത്തിയത് ഉച്ചക്ക് 1 മണിയായി എത്തുമ്പോൾ. 1:30 ആകുമ്പോൾ നട പൂട്ടും. അതുകൊണ്ട് പിന്നെ 3:30 നട തുറക്കുക. അത് 3:30 കഴിഞ്ഞ് ദർശനം എടുത്ത്, അതുകൊണ്ട് തിക്കും തിരക്കില്ലാണ്ട്
ഊണെല്ലാം കഴിച്ച്, ഊണെന്ന് പറഞ്ഞാൽ അന്നദാനം എല്ലാം കഴിച്ച് കുറച്ച് കിടന്ന്, ഹാളിൻ്റെ അടുത്ത് കിടന്ന് അതെല്ലാം കഴിഞ്ഞ് ദർശനവും കഴിഞ്ഞ് ഇപ്പം ചായ കുടിച്ചൊന്ന്, കാപ്പി, നല്ല സ്ട്രോങ് കാപ്പി കുടിച്ച്. ചെറിയ കാപ്പിയാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ എല്ലാം ചെറിയ കാപ്പിയാണ് കിട്ടുക, ചെറിയ ഗ്ലാസ്സിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിപ്പോൾ നേരെ പുറപ്പെടുന്ന ഇവിടുന്ന്. ഞാൻ പറഞ്ഞല്ലോ 200 മീറ്റർ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ് സ്റ്റാൻഡ്. KSRTCൻ്റെ കർണാടക RTCൻ്റെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ബസ് പിടിച്ച് നേരെ ഇന്ന് ധർമ്മസ്ഥലത്തെ ഇന്ന് ഹോൾട്ട്. അപ്പോൾ നമുക്ക് ധർമ്മസ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോ കാണാം. ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. പുതിയ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് നേരെ ധർമ്മസ്ഥലത്തേക്കാണ് പോകുന്നത്. ധർമ്മസ്ഥലത്തേക്ക് ഇവിടുന്ന് ഏകദേശം 2.5 മണിക്കൂറുണ്ട് ബസ്സിന്. ഓക്കെ, സി യു ഇൻ ധർമ്മസ്ഥല. ഗുഡ് ബൈ. കുക്കെ സുബ്രഹ്മണ്യ ഒരു ചെറിയ ടൗണാ. പിന്നെ ഈ അമ്പലമില്ലോണ്ട് അത്യാവശ്യം ഭക്തർ ഈ അമ്പലത്തിൽ വരുന്നുണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയും കൂടെ ആയോണ്ട് തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. ഈ സമയം പിന്നെ തിരക്കെല്ലാം കുറഞ്ഞു. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ദർശനത്തിന്റെ ടൈം, 1:30 വരെയുള്ള ടൈമിൽ നല്ല തിരക്കാണ്. പിന്നെ അന്നദാനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരക്കങ്ങോട്ട് കുറയും. ഞാൻ 3:30 സമയം 4 മണിക്കാ ദർശനത്തിന് കയറിയ. 1:30 പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3:30 തുറക്കും. ആ സമയമെല്ലാം ആകുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല. ഗസ്റ്റ് ഹൗസ് എല്ലാം അത്യാവശ്യം ഉണ്ട്, അതിനൊന്നും പ്രശ്നമല്ല. അങ്ങനെ വലിയ കത്തി റേറ്റ് ഒന്നുമില്ല. ചെറിയൊരു ടൗണ്. മെയിനായിട്ട് ഇവിടെ ഭക്തർ വരുന്നതിൻ്റെ ആ തിരക്കാണ് ഈ ടൗണിലുള്ളത്. ചെറിയൊരു ടൗൺ, ചെറിയ. അപ്പം ഇവിടുന്ന് ഇനി നേരെ ധർമ്മസ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പം KSRTC ബസ് സ്റ്റാൻഡ് എത്താനായി. കർണാടക ബസ് സ്റ്റാൻഡ്. KSRTC നമ്മളെ കേരള RTCയും KSRTC, ഇവിടുത്തെ റീജിയണൽ ട്രാൻസ്പോർട്ടും KSRTC. അപ്പോൾ ആ മുകളിൽ കാണുന്ന കർണാടക RTC കാസർഗോഡ് നിന്ന് ഇവിടെ കുക്കെ സുബ്രഹ്മണ്യ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയായിരുന്നു ഉച്ചക്ക്. ഡയറക്റ്റ് ബസ്സാണ് കാസർഗോഡ് നിന്ന്. ഏകദേശം ബസ്സിന് 3.5 മണിക്കൂർ, മിനിമം 3.5 മണിക്കൂറെങ്കിലും പിടിക്കും. അപ്പോൾ നിങ്ങളിവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് സമയം ചോദിക്കുക. ബസ് നിങ്ങൾക്ക് ഉടുപ്പിയിലാണോ പോകേണ്ടത്, അല്ലെ മാംഗ്ലൂരാണോ പോകേണ്ടത്? ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് ബസ്സുണ്ട്. അപ്പം പോകേണ്ട ഡെസ്റ്റിനേഷൻ അനുസരിച്ച് ടൈം ചോദിക്കുക. മുരുടേശ്വരാണോ പോകേണ്ടത്, കൊല്ലൂർ മൂകാംബികയാണോ പോകേണ്ടത്? അപ്പം അതിനനുസരിച്ച് ടൈം ചോദിച്ച് വെച്ചിട്ട് വേണം ഇവിടുന്ന് ദർശനം കഴിഞ്ഞിട്ട് വരാൻ. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ട്, ഇതാണ് ബസ് സ്റ്റാൻഡ്. ഈ സമയം എല്ലാം കാലിയാണ്. ഞാൻ ഉച്ചക്ക് വന്നപ്പോൾ ഒരുപാട് ബസ്സുണ്ട്. ഈ സമയം ബസ് സ്റ്റാൻഡ് ഫുള്ള് കാലിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി ഒരു 8-9 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സിൻ്റെ വരവും പോക്കും കുറയും. ഒന്ന് അന്വേഷിക്കുക, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പം ഹാവ് എ ഗുഡ് ഡേ.